ഇന്ന് നമ്മളിവിടെ ഗോതമ്പ് നുറുക്ക് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശ്രദ്ധയ്ക്ക് പാലട, സേമിയ അതൊക്കെയാണ് ഇഷ്ടം. ഇത് കുടിക്കുമോയെന്നറിയില്ല, എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതൊരു കുക്കർ പായസമാണ്. ഇതിനായി നമുക്ക് ഗോതമ്പ് നുറുക്ക് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം. നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിലിടാൻ. ഇതിപ്പോൾ 2 മണിക്കൂർ ആയിക്കഴിഞ്ഞു. ഞാനിവിടെ 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇനി 1 ഉണ്ട ശർക്കരയുടെ പകുതി എടുത്തിട്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കാം. നുറുക്ക് ഗോതമ്പ് കുഴഞ്ഞു മറിയാതിരിക്കാൻ ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് ശർക്കര പാനിയിലാണ് വേവിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പാലടയിലെ അട കടിക്കുന്നത് പോലെ ഈ നുറുക്ക് ഗോതമ്പ് കടിക്കാം. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് 5 വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി പ്രഷർ പോയതിന് ശേഷം കുക്കർ ഒന്ന് തുറന്നു നോക്കാം. കണ്ടോ, നുറുക്ക് ഗോതമ്പ് ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് പാകത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് പാലൊഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ 1 ലിറ്റർ പാലും 1 ഗ്ലാസും വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നന്നായി തിളച്ച് വരുമ്പോൾ 6 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ ശർക്കരയുടെ അളവ് അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ഇട്ടതിന് ശേഷം നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പായസം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം റെഡിയായി.